എന്നെ കളിയാളി കളിച്ചിരിക്കുന്നില്ല. പിന്നെ വേറെ ഒരു കാര്യം ഞാനല്ലോ ഇപ്പൊ ഇന്ദ്രൻസ് എന്നെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ഞാന് ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിന്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിന്റെ. അന്നത്തെ കാലം. ഇന്നത്തെ കാലത്തെ പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ഷെയിമായിക്കൊണ്ടിരിക്കുക. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്തപ്പെട്ടിരുന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുകയാണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളായി മാറുകയാണ്. ഞാൻ കുറേയേറെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, എൻ്റെ പേര് പമ്പ് സെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്തോ പമ്പ് സെറ്റ്, എന്തോ പമ്പ് സെറ്റ്, പമ്പ് സെറ്റ് എന്ന് പറഞ്ഞ സിനിമ, ജലധാര പമ്പ് സെറ്റ്. അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിയില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായിരിക്കും? ക്ഷണിക്കാം, കുട്ടന്റെ ക്ഷണിക്കാം. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂട. എന്നെ കളിയാളി കളിച്ചിരിക്കുന്നില്ല. നിങ്ങളാരും വിശ്വസിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസിൽ 2 ചെരുപ്പമായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയാണ് കേട്ടോ. അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും ഇങ്ങേരും കൂടെ ഞാനാ നീയോ എന്ന് പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കഴിച്ചിട്ടുണ്ട് ആൾക്കാർ. നമുക്ക് ഈ നടന്മാരുടെ കുറവ് കൊണ്ടല്ല, നടന്മാരോ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വളരുന്നത്.